ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ നമ്മൾ നോട്ടിംഗ് റിസൾട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ 4 സ്റ്റാർ കയറി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്തേക്കാം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയേക്കാം. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് റിലേറ്റഡായ വീഡിയോസ് കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വൻ മരങ്ങളായി നിന്ന വോട്ടിംഗ് സ്ഥാനത്ത് നിന്ന് പല കണ്ടസ്റ്റൻസും അടിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടുവരുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ തന്നെ. അപ്പോൾ നമുക്ക് വോട്ടിങ്ങിലേക്ക് പോവാം. 1-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ 1-ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ മണിക്കൂറുകളും അനുമോൾക്ക് കണ്ടുവരുന്നുണ്ട്. 3,15,083 വോട്ട് നേടി ആരെയും വെട്ടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം അനുമോൾ കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ തന്നെ, അവസാന മണിക്കൂറുകളിൽ തന്നെ. തൊട്ടുപുറകെ 2-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം കോമണറായ നമ്മുടെ സ്വന്തം അനീഷ് ചേട്ടനാണ്. 2,91,312 വോട്ട് നേടി അനീഷ് ചേട്ടൻ 2-ാം സ്ഥാനം. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ചേട്ടൻ്റെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകളിൽ തന്നെ അനീഷ് കണ്ടുവരുന്നുണ്ട്. തൊട്ടുപുറകെ 3-ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഷാനവാസാണ്. അനീഷ് ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഷാനവാസ് ചേട്ടനാണ് 3-ാം സ്ഥാനത്ത്. നല്ല രീതിയിലുള്ള മുന്നേറ്റം കുതിച്ചു പൊങ്ങുകയാണ് ഷാനവാസ് ചേട്ടൻ്റെ വോട്ടുകൾ. 2,86,067 വോട്ട് നേടി ഷാനവാസ് 3-ാം സ്ഥാനം. നല്ല രീതിയിലുള്ള മുന്നേറ്റം ഈ മണിക്കൂറുള്ള വോട്ടുകൾ കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇമോഷനൊക്കെ ശേഖരിച്ചുകൊണ്ട് നല്ല കഥയൊക്കെ പറഞ്ഞുള്ള ഇമോഷനൊക്കെ വരുത്തി 4-ാം സ്ഥാനം നോറ പിടിച്ചെടുക്കിയിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഈ മണിക്കൂറുകൾ നോറയ്ക്ക് കണ്ടുവരുന്നത്. നോറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് പറഞ്ഞാൽ 2,68,454 വോട്ട് നേടി നോറ 4-ാം സ്ഥാനം പിടിച്ചെടുത്തിരിക്കുകയാണ്. നല്ലൊരു മുന്നേറ്റം വോട്ടിംഗ് ഈ മണിക്കൂറുകൾ കണ്ടുവരുന്നത്. എപ്പോഴും അട്ടിമറി മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് നോറയുടെ വോട്ടുകൾ. തൊട്ടുപുറകെ 5-ാം സ്ഥാനത്ത് ഗ്രിസൈൽ തക്കറയാണ്. ഗ്രിസൈലിൻ്റെ വോട്ടുകളും ഈ റോക്കറ്റ് കുതിച്ച് പായുന്ന വേഗത്തിലാണ് ഗ്രിസൈലിൻ്റെ വോട്ടുകൾ. അട്ടിമറി മുന്നേറ്റവും ഗ്രിസൈൽ ചില സമയങ്ങളിൽ കാഴ്ചവെക്കുന്നുണ്ട്. എന്നാലും 2,83,069 വോട്ട് നേടി ഗ്രിസൈൽ 5-ാം സ്ഥാനത്തിന് തുടരുന്നു ഈ മണിക്കൂറുകളിൽ തന്നെ. തൊട്ടുപുറകെ 6-ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില 2,21,410 വോട്ട് നേടി ആദില മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ഇല്ലെങ്കിലും വോട്ടിംഗ് മുന്നേറ്റം ചില മണിക്കൂറുകൾ കാണുന്നുമുണ്ട്. എന്തായാലും ആദില 6-ാം സ്ഥാനത്താണ് ഈ മണിക്കൂറുകളിൽ. തൊട്ടുപുറകെ 7-ാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം കിറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. നമ്മൾ ആരെന്ന് നമുക്ക് മനസ്സിലാക്കണം. രേഷ്മ പി തങ്കച്ചൻ 2,75,018 വോട്ട് നേടി രേഷ്മ പി തങ്കച്ചൻ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ലാലേട്ടൻ ഈ ആഴ്ച ഔട്ടാക്കാനുള്ള ചാൻസുമുണ്ട് രേണുസുതിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. രേണുസുതി പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ മണിക്കൂറുകളിൽ രേണുസുതിയാണ് 7-ാം സ്ഥാനത്ത്. തൊട്ടുപുറകെ അക്ബറാണ് തുടരുന്നത് 8-ാം സ്ഥാനത്ത്. അക്ബറിൻ്റെ മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. അക്ബറിൻ്റെ ചില നിലപാടുകളാണ് അദ്ദേഹത്തിന് വോട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ തന്നെ നമുക്ക് കാര്യം എടുത്താൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് കറക്റ്റാണെന്നുള്ള കാര്യം സത്യമായ കാര്യം തന്നെയാണ്. 1,84,608 വോട്ട് നേടി അക്ബർ ഖാൻ 8-ാം സ്ഥാനത്ത് തുടരുന്നു. തൊട്ടുപുറകെ 9-ാം സ്ഥാനത്ത് അഭിലാഷാണ്. 1,59,215 വോട്ട് നേടി അഭിലാഷ് നല്ല രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഈ മണിക്കൂറുകളിൽ തന്നെ. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിനനുസരിച്ചുള്ള വോട്ടിംഗ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. ബിഗ് ബോസ് ഫാൻസ് അദ്ദേഹത്തിനെ കൈവിട്ടിട്ടില്ല എന്ന് തന്നെ കാണുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ 9-ാം സ്ഥാനത്താണ്. തൊട്ടുപുറകെ 10-ാം സ്ഥാനത്ത് റെനാ ഫാത്തിമയാണ്. റെനാ ഫാത്തിമയുടെ വോട്ടും ഈ ചില ഊഞ്ഞാല് കണക്കാണ്. ചിലപ്പോൾ കൂടും, ചിലപ്പം കുറയും. ഇങ്ങനെ റെനാ ഫാത്തിമയുടെ വോട്ട്. പക്ഷേ ഈ മണിക്കൂറിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം റെനാ ഫാത്തിമയുടെ വോട്ടുകളിൽ കണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കണ്ടന്റ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെച്ചാൽ റെനാ ഫാത്തിമയ്ക്ക് ഇനിയും വോട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ സേഫാണ് റെനാ ഫാത്തിമ. ഇപ്പോൾ എന്തായാലും സേഫായാണ് റെനാ ഫാത്തിമ നിൽക്കുന്നത് ഈ മണിക്കൂറുകളിൽ തന്നെ. റെനാ ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് 1,53,486 വോട്ടാണ് റെനാ ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 10-ാം സ്ഥാനമാണ് ഇപ്പോൾ റെനാ ഫാത്തിമയ്ക്ക്. തൊട്ടുപുറകെ 11-ാം സ്ഥാനത്ത് ആര്യൻ കത്രികയാണ്. അഹങ്കാരത്തിൻ്റെ നിറകുടമായ ആര്യൻ കത്രികയാണ്. 1,44,310 വോട്ട് നേടി ആര്യൻ
ഇപ്പോൾ ചെറിയ രീതിയിൽ സേഫ് സോണിലാണ്. ഈ ആഴ്ച 4 പേരോ 3 പേരോ ഔട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 12, 13, 14, 15 സ്ഥാനക്കാർക്കാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ ആര്യൻ സേഫായിട്ടുണ്ട്. ഈ മണിക്കൂറുകളിൽ സേഫായിട്ടാണ് നിൽക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകൾ നമുക്കറിയാനൊക്കത്തില്ല. എന്തായാലും ഇപ്പോഴത്തെ മണിക്കൂറുകളിൽ സേഫാണ് ആര്യൻ. 11ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. 12ാം സ്ഥാനത്ത് ബിന്നിയാണ്. ബിന്നി നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം മണിക്കൂറുകൾ കാഴ്ച വയ്ക്കുന്നില്ല. നല്ല രീതിയിലുള്ള വോട്ടിംഗ് കുറവാണ് ഇപ്പോൾ ബിന്നിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്നിയുടെ കുത്തിത്തിരിപ്പൊന്നും വലിയ രീതിയിലുള്ള സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിന്നി ഇത് അറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ട് ഗെയിം പ്ലാൻ മാറ്റിയിട്ടുമുണ്ട്. അതിൻ്റേതായ വോട്ടിംഗ് മുന്നേറ്റം 3-4 ദിവസം മുമ്പ് കണ്ടതുമാണ് നമ്മൾ. അപ്പോൾ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം, നല്ലൊരു കണ്ടന്റ് ബിഗ് ബോസ് വീഡിയോ കാഴ്ചവെച്ചാൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം ഇനി ബിന്നിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 12ാം സ്ഥാനത്താണ് ബിന്നി. തൊട്ടുപുറകെ 13ാം സ്ഥാനത്ത് ചെറിയ രീതിയിൽ ഡേഞ്ചർ പൊസിഷനിലാണ് ഒണിയൽ സാബു. 1,23,792 വോട്ട് നേടി ഒണിയൽ സാബു 13ാം സ്ഥാനത്താണ്. ഒണിയൽ സാബുവിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് ഒണിയൽ സാബു നല്ല വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്ന കണ്ടസ്റ്റൻ്റ് അല്ല. അതേപോലെ തന്നെയാണ് ഈ വോട്ടിങ്ങിൽ ഇത്തിരിയെങ്കിലും ഭേദമുണ്ടെന്ന് പറയാം ഒണിയൽ സാബുവിൻ്റെ വോട്ടിങ്ങിൽ. എന്തായാലും 13ാം സ്ഥാനത്താണ് ഇപ്പോൾ മത്സരാർത്ഥി. തൊട്ട് പുറകെ 14ാം സ്ഥാനത്ത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് ഈ ആഴ്ച ഔട്ടാവാൻ ചാൻസ് ഉള്ള വേറൊരു കണ്ടസ്റ്റൻ്റാണ്. അപ്പാനി ശരത്ത് 1,22,305 നേടി. അപ്പാനി ശരത്തിൻ്റെ ടീമും ഒന്നും വർക്കൗട്ട് ആകുന്നില്ല. കട്ടപ്പ കുത്തൊന്നും വലിയ രീതിയിലുള്ള ഫാൻ ഫോളോവിങ് കിട്ടുന്നില്ല അപ്പാനി ശരത്തിന്. എന്തായാലും ഇപ്പോൾ 14ാം സ്ഥാനത്താണ് അപ്പാനി ശരത്ത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ച വയ്ക്കാത്തൊരു കണ്ടസ്റ്റൻ്റുമാണ് ഈ മണിക്കൂറുകളിൽ അപ്പാനി ശരത്ത്. തൊട്ട് പുറകെ 15ാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് ശൈത്യയാണ്. കട്ടപ്പ ശൈത്യയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 1,09,418 വോട്ട് നേടി. 15ാം സ്ഥാനത്താണ് കട്ടപ്പ ശൈത്യയ്ക്ക് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം. കട്ടപ്പ കുത്തിയിട്ട് പോലും നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നില്ല. നല്ലൊരു കണ്ടൻറ്റും ഇതേവരെ അനുമോളുമായിട്ടുള്ള പ്രശ്നമല്ലാതെ നല്ലൊരു സ്റ്റേണായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്നില്ല കട്ടപ്പ ശൈത്യ. എന്തായാലും ഇപ്പോൾ 15ാം സ്ഥാനത്താണ് കക്ഷി. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ഈ വോട്ടിംഗ് ലിസ്റ്റുകൾ എടുത്താൽ തന്നെയും. അപ്പോൾ നല്ല ഡേഞ്ചർ പൊസിഷനിലാണ്. ഈ ആഴ്ച ഔട്ടാകാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ കാണുന്നത് കട്ടപ്പ ശൈത്യയ്ക്കാണ്, അഡ്വക്കേറ്റ് ശൈത്യയ്ക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു.